വെൽക്കം ടു മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2. ഇനി അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. ഒട്ടും സമയം കളയണ്ട. എന്ത് പറയുന്നു മഞ്ജരി? വിളിക്കാം, ഞങ്ങൾ കാത്തിരിക്കോ. ഓക്കെ. ഏത് പാട്ടായിരിക്കും? മെലഡി വേണോ പെർഫോമൻസ് വേണോ? ഒരു പെർഫോമൻസ് ആവാല്ലേ? ആവാ. ശരി, നമുക്ക് സ്വാഗതം ചെയ്യാം സൗമ്യ. പാടാൻ പറ്റിയോ? പറ്റി. വേറൊരു ലുക്കൊക്കെ ആയി, ഒരു മോഡേൺ ലുക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? ആ ഒരു മോഡേൺ ലുക്കിന്റെ ആ ഒരു ഭംഗി സംഗീതത്തിലും വന്നോ മഞ്ജരി? വന്നോ? ഗംഭീരമായിരുന്നു, ഗംഭീരം. സൗമ്യ ഞങ്ങളുടെ സ്വന്തം മഞ്ജു വാര്യർ. അതെ. അപ്പൊ സൗമ്യയുടെ ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വൈബായിരുന്നു ഇവിടെ.
കാരണം സലീൽദയുടെ പാട്ടുകൾ ഒരു പ്രത്യേക തരത്തിലുള്ള പാട്ടുകളാണ്. അത് നമുക്ക് ഈ തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ അതിന്റെ കൂടെ പാടാനും ആടാനും ഒക്കെ തോന്നുന്ന ചില പാട്ടുകളാണ്. ഇപ്പൊ സലീൽദയുടെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും അറിയാം, അതിനൊരു പ്രത്യേക ഒരു സ്റ്റൈൽ ഉണ്ടാവും. മദനോത്സവം എന്ന് പറഞ്ഞ പടത്തിലുള്ള എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ്സ് ആണ്. അപ്പം അതിൽ ഈ പാട്ട് പ്രത്യേകിച്ച് ഇവിടെ കൊണ്ടുവന്നതിൽ ആദ്യം ഇതാരാണ് സെലക്ട് ചെയ്തത്? സ്വന്തമായിട്ടാണോ? സെലക്ട് ചെയ്തു. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊരു താങ്ക് യു പറയാം. ഇത് ഭയങ്കര ഒരു രസകരമായ ഒരു ഫ്ലോറാക്കി ഈ ഒരു പാട്ട് കൊണ്ടുവന്നിട്ട്. എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു കാര്യം എന്താ അറിയോ? എന്താ? ഞാൻ വളരെ കുഞ്ഞിലേ നിങ്ങളുടെ വേണുചേട്ടൻ എന്റെ വേണു അങ്കിൾ സ്കൂൾ പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് വേദികളിൽ ഓപ്പർച്യൂണിറ്റി തന്ന ഒരു ആളാണ് എൻ്റെ പ്രിയപ്പെട്ട വേണു അങ്കിൾ. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പാട്ട് എപ്പോഴും ഞങ്ങളുടെ ആ പ്രോഗ്രാംസിലൊക്കെ വേണു അങ്കിൾ പാടാറുള്ള പാട്ട്. അപ്പം ഞാൻ ആ ഓർമ്മയിലേക്ക് പോയി. ഞങ്ങൾ ഒരുമിച്ച് പാടിയ ആ ഓർമ്മ എനിക്ക് അതൊന്ന് പുതുക്കണം എന്നൊരാഗ്രഹം. ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ്. സൗമ്യ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ സിമ്പിൾ പാട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം അതിനകത്ത് ഒരുപാട് ഡൈനാമിക്സ് ഉണ്ട്. അപ്പം ഓഹോ ഹോ ഹോ ആ സംഭവങ്ങളൊക്കെ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ അല്ല, ഫീലാണ് ഈ പാട്ടിന്റെ മൊത്തം. അത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു 90% ഓൾറെഡി സലീൽദ തന്നെ ഇട്ടിട്ടുണ്ട് ട്യൂണിൽ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ആസ്വദിക്കാനും പറഞ്ഞു തീരില്ല, കാരണം അത്രയും ഭംഗിയുള്ള ഒരു പാട്ടാണ്. സൗമ്യ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഗംഭീരമായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ഒന്നും പറയാനില്ല സൗമ്യ. താങ്ക് യു. സോ ഹാപ്പി, ചെയർഫുൾ. ഞങ്ങളും പാട്ട് ഞങ്ങളെ ഒരുപാട് എനർജറ്റിക് ആക്കി, പ്ലസ് മെമ്മറീസ്. താങ്ക് യു. താങ്ക് യു സർ. വേണുചേട്ടാ, ഇപ്പൊ ക്വാർട്ടർ ഫൈനലാണ്. നമ്മുടെ എലിമിനേഷനിൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ സേഫായി ഇവിടെ എത്തിയ ആളാണ്. അപ്പോ അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പൊ പാലിച്ചിട്ടുണ്ടോ? ഉണ്ട്, കൃത്യമായി പാലിച്ചു. നമ്മളെയൊക്കെ നോക്കി വളരെ കോൺഫിഡൻസോട് കൂടിയൊക്കെ പാടുന്നുണ്ട്. അതെ, നല്ല ആസ്വദിച്ച് ഇങ്ങനെയൊക്കെ ആക്കി കോൺഫിഡൻസ് വരെ ഒരു കാരണമുണ്ട്. എന്താ അത്? ഡെയിൻ ആണോ? അല്ലല്ല, ഇപ്പൊ ആദ്യത്തെ റൗണ്ടിൽ ഒരാൾ ഉണ്ടായിരുന്നില്ല കൂടെ, പക്ഷെ ക്വാർട്ടർ ഫൈനൽ എത്തിയപ്പോ ഒരാൾ എത്തി. അതാരാ? ഹസ്ബൻഡ് അല്ലേ? ഓടി എത്തിയിരിക്കുക. എന്നിട്ട് അമ്മയെ പറഞ്ഞു വിട്ടു. ഇതാണ് അപ്പൊ കമൽഹാസൻ ജീവിതത്തിലെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആളിനെ കാണുമ്പോ തോന്നുന്ന, നമ്മള് നേരത്തെ സൗമ്യയുടെ കാര്യം പറഞ്ഞു, ശബ്ദം മഞ്ജു ചേച്ചിയെ പോലെ ഉണ്ടെന്ന്. അദ്ദേഹത്തെ കണ്ട പണ്ടത്തെ ജയറാമേട്ടന്റെ ഒരു കട്ടുണ്ട് ഇല്ലേ? അബരലിലൊക്കെയുള്ള ജയറാമേട്ടൻ, തുടക്കകാലത്തുള്ള ഒരു ജയറാമേട്ടൻ പറയാറുണ്ടോ? ഗംഭീര. അപ്പൊ ഇതൊരു കുടുംബമേ ഇങ്ങനെയാണ്. ഒന്നാമത് പാട്ടുകാരുണ്ട്, അമ്മ പാടും, അമ്മായിയമ്മ പാടും, ഹസ്ബൻഡ് ജയറാമേട്ടൻ ഇരിക്കുന്നു, ഭാര്യ മഞ്ജു വാര്യരെ പോലെ ഇരിക്കുന്നു. എന്താണ് എന്ത് ഫാമിലിയാണ് അല്ലേ? ഹസ്ബൻഡ് പാട്ട് പാടോ? ഒരു കൈ നോക്കാം അല്ലേ? രണ്ടുപേരും ഒന്ന് നമുക്ക് നോക്കിയാലോ? അവിടെ ഇരുന്ന് പാടിയാലും മതി. അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തേക്ക് വരുന്നോ? വരാം. ഭാര്യയെ കുറെ നാളെ കണ്ടിട്ട്. അതെ, ഞാൻ ഇവിടെ ഞാനൊന്ന് അടുത്ത് നിന്ന് പാടാം. കറക്റ്റ് ജയറാമേട്ടൻ. ശരി, അപ്പൊ ഭാര്യയുടെ കൈയും പിടിച്ചൊരു പാട്ട് പാടിക്കോളൂ. ശരി, ഏത് പാട്ടാ? എങ്ങനെ വന്ന ഏത് പിച്ചിടണം? അത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇവര് ചേട്ടാ ഏതെങ്കിലും പിച്ചിട്ട് കൊടുക്കും. ശരി, തുടങ്ങാം. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈമീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനാ നെഞ്ചോരം നാണം തേടിയോ. സിനിമയോ? ഫൈൻ.
ഓ എന്തായിരുന്നു? ആ ഹസ്ബൻഡ് പാടുമ്പോ പ്രശ്നം വരുന്നുണ്ടോ എന്നാ കൂടെ പിടിക്കാം എന്ന് പറഞ്ഞ് ഭാര്യയുടെ സപ്പോർട്ട് അല്ലേ, ആ സപ്പോർട്ട് കൊണ്ട് രണ്ടുപേരും കൂടെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നോക്കി കണ്ണും ഭയങ്കര കണ്ണും സിംഗിങ്. നോക്കിയുള്ള ഒരു പാട്ടും രണ്ടുപേർക്കും വേണമെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഹഗ് ചെയ്യണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ അല്ലേ. അതിനാണല്ലോ അവിടെ നിക്കുന്നേ പറഞ്ഞു കൊടുക്കാൻ. അല്ല ഇവരുടെ നമ്മൾ കാണുമ്പോ നമുക്കൊരു സന്തോഷല്ലേ, മഞ്ജരി എന്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ടാ. ആയിക്കോട്ടെ. ഓക്കെ കിട്ടിയില്ലോ ചേട്ടാ? ഓക്കെ ശരി. അല്ലേ എനിക്ക് ഇതിന് എക്സ്ട്രാ സാലറി ഉണ്ടേ, അതുകൊണ്ടാ. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. സന്തോഷം. അല്ല ഇനി എന്നാ നമ്മുടെ മരത്തില് പൂ അണിയ? ആരുടെ? നിങ്ങൾക്ക് ഇത് എന്താ എന്നെ കെട്ടിക്കാതെ ഇത്രയും? ഞാൻ കെട്ടിക്കോളാം, പ്രായമായിട്ടില്ല, അതുകൊണ്ടാ. താങ്ക് യു കേട്ടോ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പെർഫോമൻസ് റൗണ്ട് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നത് മെലഡിയാണ്. അപ്പൊ ഒരു തകർപ്പൻ പാട്ടുമായിട്ട് വരില്ലേ? ഷുവർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മഞ്ജരി ഇപ്പൊ പറഞ്ഞല്ലോ സൗമ്യ പാടിയ ഈ പാട്ട് വളരെ പ്രിയപ്പെട്ട പാട്ടാണ്. അത് ഏതാ രാഗം? ഡെയിന് ഏത് രാഗം വേണം പറയും. അല്ല ഏതാ രാഗമായിരുന്നത് അറിയാനാ. ഹരഹരപ്രിയാണോ? അല്ല. അല്ല. ഹംസധ്വനി? അല്ല. അല്ല. കുറച്ച് രാഗങ്ങളുടെ ആ ലിസ്റ്റ് എടുത്തു കൊണ്ടുവരിക. ഓക്കെ അതിനി അടുത്ത പ്രാവശ്യമുള്ള ഹോംവർക്ക്. ഓക്കെ, അത് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരിക. ഹോംവർക്ക് അല്ലേ? ആ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് ചോദിച്ചു, വേറെ കുറെ രാഗമൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു. ആ ഇനിയിപ്പോ ഞങ്ങള് രാഗം പറഞ്ഞു തരുന്നില്ല, കാര്യമില്ല, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഡെയിലിന് ഇഷ്ടമുള്ള കുറച്ച് രാഗങ്ങൾ, ഒരു 10 രാഗങ്ങൾ എഴുതി കൊണ്ടുവരിക. ഓക്കെ, ഹോംവർക്ക് ആണ്. ഞങ്ങൾ സെലക്ട് ഇത് ചെയ്യുന്ന വെറുതെ എഴുതി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എഴുതി കൊണ്ടുവന്നേനെ. ഹോംവർക്ക് എന്ന് പറയുന്നത് ഞാൻ പൊതുവെ ചെയ്യാറില്ല, അതാണ് പ്രശ്നം. സംഗീതത്തിൽ എനിക്കൊരു കൈ നോക്കണം. ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു സംഗീതത്തെ. സംഗീതം എനിക്ക് തോന്നുന്നു അങ്ങനെ കുറെ സംഗീതത്തിൽ ഞാൻ ഉള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം. ഞാൻ ഡെയിനിന്റെ ഇതിനിടയ്ക്ക് ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ പിടിച്ചു നിൽക്കുന്നു ഡെയിന്. അപ്പം നമ്മളെടുത്ത് പറഞ്ഞതൊക്കെ വെറുതെയാണ്, ഇതൊന്നും മ്യൂസിക് ഒന്നും അറിയില്ല, എളിമ. മഞ്ജരി സമൂഹം അറിയണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ എന്നിൽ മാത്രം മണ്ണടിഞ്ഞു പോട്ടെ. അല്ല എങ്ങനെ പഠിക്കുന്നു അപ്പൊ ഇതൊക്കെ? ആരാ ഗുരു? എന്തിനു പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജനിക്കുമ്പോഴേ ആ ടാലന്റോട് കൂടി വരുവാണല്ലോ. അല്ല ഏത് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ഫോട്ടോ കണ്ടത്? ഏത് ഇൻസ്ട്രുമെന്റ് ആണ് കയ്യിലുള്ളത്? അതിപ്പോ പബ്ലിക്കായിട്ട് പറയണോ? അല്ല അങ്ങനെയല്ല, ഞാനത് എന്റെ രഹസ്യമായിട്ട് എല്ലാവരുടെ രഹസ്യം പരസ്യമാക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഈ രഹസ്യം കൂടെ പരസ്യമാവട്ടെ എന്നാ അറിയട്ടെ എല്ലാരും. എന്റെ സംഗീതത്തിനോടുള്ള താല്പര്യവും എന്റെ ഊക്കിലേലി ഉണ്ട്, യൂക്കിലേലി വായിക്കാറുണ്ട് ഞാൻ. അത്രയും ഒക്കെ കഴിവുള്ള ഒരാള് നമ്മൾ ഈ വേദിയില് അത് തന്നെയല്ലേ കണ്ടത്? അത് തന്നെയാ കണ്ടത്. നമ്മൾ ഇത്രയും കഴിവുള്ള ഒരാളോടാണ് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത്. അത് ഞാൻ അതിന് ആദ്യം സ്വന്തമായിട്ട് മനസ്സിലാക്കിയ സ്ഥിതി ഞാൻ എന്റെ തെറ്റ്, ഞാൻ അതിന് ക്ഷമാപണം ചോദിക്കുന്നു ഡെയിനോട്. സോറി, ശരിക്കും സോറി. അപ്പം ഇത്രയും ആൾക്കാർക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു ആഗ്രഹം, ഡെയിന് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്, ഡെയിനിന് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ്. കാരണം ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരാളാകുമ്പോൾ മാത്രമേ ഞാൻ വായിക്കുള്ളൂ. അതെന്താ? അല്ല അതിനോടാണ് എനിക്ക്. അല്ല സ്ട്രിങ്സ് ഒക്കെ ആണല്ലോ, ഗിറ്റാർ വായിക്കാലോ. അതില് കെട്ടുകമ്പി കുറച്ച് കൂടുതലാ. 4 കെട്ടുകമ്പി ഉള്ളൂ യൂക്കിലേലിയില്. ഇതില് 4-5 എണ്ണം ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് വയലിൻ ട്രൈ ചെയ്താലോ? ഓ വയലിൻ പറ്റില്ല, അത് കോലുകൊണ്ടൊക്കെ വരയ്ക്കണം, അത് പ്രശ്നം. കോലുകൊണ്ട് വരയ്ക്കേ? എനിക്ക് കൈ വല്ല പറയുന്നുണ്ടോ? ഫ്ലൂട്ട് ആയാലോ? അത് പറ്റില്ല. എനിക്ക് ചൂളം കുത്താനൊന്നും അറിയില്ല, വിസിലടിക്കാനൊന്നും അറിയില്ല. അവര് ചൂളടിക്കല്ല, എനിക്ക് മോളിൽ ഒരാളിരിക്കുന്നുണ്ടോ? അതെന്താന്നറിയോ? കീബോർഡ് അതൊക്കെ അറിയാം. അല്ല അത് വായിക്കുമെന്നല്ലേ? അല്ല അത് വായിക്കില്ല. അതെന്താ? അതിൽ കുറെ കീസ് ഉണ്ട്, എനിക്ക് കീയേ ഇഷ്ടല്ല, അതുകൊണ്ടാ. യൂക്കിലേലി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇത്ര ആഗ്രഹം, ഞാൻ യൂക്കിലേലി ആയിട്ട് വരാം. ഇനി നല്ല ഭംഗിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അവിടെ ഉണ്ട്, നല്ല പ്ള തിളങ്ങുന്ന ഡോലക്ക്. സൈഡില്. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കണം നിർബന്ധമാണെങ്കിൽ അടുത്ത പ്രാവശ്യം ക്വാർട്ടർ ഫൈനലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സെമി ഫൈനലിൽ ഞാൻ യൂക്കിലേലി ആയിട്ട് വരുന്നതായിരിക്കും. വന്നിട്ട് കാര്യമില്ല, വായിക്കണം. വായിക്കാം. ഞങ്ങൾ ഫോട്ടോ കണ്ടതാ, ഇത് വായിച്ചിട്ട് പോയാൽ മതി. കഴിഞ്ഞ തവണ ഞാൻ പുച്ഛം പാട്ടുപാടി നിങ്ങളൊക്കെ ഞെട്ടിച്ച ആളാണ്, അപ്പോ ഞെട്ടാൻ തയ്യാറായിക്കോളൂ. അപ്പൊ വായിക്കുന്നില്ല, പിന്നെ ഈ ഫോട്ടോ എടുത്തെന്തിനാ? അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാള് ഒരു സാധനത്തിന് കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ അത് വായിക്കുന്ന ആളാണെന്നാണോ അതിന്റെ അർത്ഥം? അതെടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഞാനിപ്പോ ഒരു തബലയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ ഞാൻ തബലിസ്റ്റ് ആവോ? ഇല്ല, അതിന് ടാലന്റ് വേണല്ലോ. ഓഹോ, ഉടായിപ്പാണ്. ഉടായിപ്പെന്നല്ല, ഞാൻ ഒരു കാര്യം പറയാം, യൂക്കിലേലി വായിക്കണത് കണ്ടാ പോരെ, ഞാൻ വായിച്ചോളാം. ഉറപ്പ്.
എന്താ പിന്നെ ഞങ്ങള് ഓർക്കസ്ട്രയും ഞങ്ങൾ എല്ലാരും അതൊരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കും. ഞെട്ടിക്കൂ വെല്ലുവിളി നിങ്ങൾ ഞെട്ടണം. പക്ഷെ ഞങ്ങൾ എന്തായാലും ഞെട്ടും. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും കാത്തിരുന്നോളൂ സെമി ഫൈനൽ വരെ. നിങ്ങളും കാത്തിരുന്നോളൂ. ശരി, എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടർന്നാലോ? അവർ നമ്മുടെ മത്സരാർത്ഥികളുടെ ഗാനങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർ. അപ്പോ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ശിശിര. വെറുതെ നിറം മാറി വന്നു ഓ മംഗളങ്ങളാരോളും മഴനീർക്കണങ്ങളെ ശാന്തമായി താരോടും
ശിശിര കലക്കി കലക്കിയോ? അത്ര കലക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, അത്ര കലങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. കലങ്ങിയോ? കലക്കിയോ കലങ്ങിയോന്ന്? അതെ, കലങ്ങിയില്ലേ? പിന്നെ പിന്നെ ആ ശിശിര, ഇതൊരു തരത്തിന്റെ ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. അതിനെ പരിക്കേൽപ്പിച്ചില്ല. ഗുഡ്, നന്നായി പാടി. ശിശിരയുടെ ഈ ഒരു വോയിസിൽ അനായാസമായിട്ട് ആ സംഗതികൾ പാടി കേൾക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ട് കേട്ടോ. പ്ലസ് ആ ഒരു ബ്രീത്ത് ഇഷ്യൂ ശിശിരയ്ക്ക് ഇപ്പം ഇല്ല, ക്ലീനായിട്ട് പാടുന്നുണ്ട് കേട്ടോ. എല്ലാ രീതിയിലും ശിശിര മറുപടി ഒന്നും ഇല്ലല്ലോ, നന്നായി എന്നാണ് പറയുന്നേ. താങ്ക് യു സർ. ശരി മഞ്ജരി. ശിശിര ഇപ്പോഴും സ്റ്റണ്ടാണ്. ആ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എനിക്കത് ഹാങ് ഓവർ ആണെന്ന് തോന്നുന്നു. പാട്ട് പാടി തീർന്നിട്ടും നന്നായോ? അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അതെ. അതെന്തുകൊണ്ടാ അറിയോ? ആ അതാണ് ആ പാട്ടിന്റെ മാജിക്. നമ്മുടെ പ്രിയപ്പെട്ട ശരത് സാറിന്റെ ഒരു മാജിക്കാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അദ്ദേഹം ചിന്തിച്ച ഒരു സംഗീതം കമ്പോസ് ചെയ്യുന്നത്. നമ്മുടെ അയൽവാസിയാണ്, അതെ. ടോപ്പ് സിംഗറിലുണ്ട്, അതെ, അപ്പുറത്തുണ്ടാള്. അപ്പുറത്തുണ്ട്. വലിയ സന്തോഷം സാറിന്റെ പാട്ട് എപ്പോ കേൾക്കാൻ നമുക്കൊരു ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പൊ ശരത് സാറുണ്ട് അപ്പുറത്ത് വെച്ചാൽ നമ്മുടെ ടോപ്പ് ഫ്ലോറില്. അതെ, നമ്മള് വീക്കെൻഡ് ആണല്ലോ നമ്മള്. വീക്ക് ഡേ ആവുമ്പോ നമുക്ക് അപ്പുറത്ത് പോയി ശിശിരയുടെ ഈ പാട്ടൊക്കെ കേൾപ്പിച്ച്, കേൾപ്പിക്കാം. അതെ, അനുഗ്രഹമൊക്കെ മേടിക്കണം സാറിന്റെ. സാറിന് എന്തായാലും ഇഷ്ടപ്പെടും. അസലായിട്ട് പാടിയിരുന്നു. ബ്യൂട്ടിഫുൾ, നല്ല സുഖം കേൾക്കാൻ, മധുരമുള്ള ശബ്ദം, അനായാസമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ. ഗോഡ് ബ്ലെസ്. ശിശിര കഴിഞ്ഞ ആദ്യത്തെ റൗണ്ടിൽ ജാനുവടുത്തൊക്കെ വന്ന് ഒരുപാട് സംസാരിച്ച ആളാണ് ഇപ്പൊ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. എന്ത് പറ്റി? പാട്ട് പാടി കഴിഞ്ഞപ്പോൾ നന്നായതിന്റെ ടെൻഷനാണോ, അതോ നന്നായി ഇല്ല എന്നുള്ള ടെൻഷനാണോ, അതോ ക്വാർട്ടർ ഫൈനലിന്റെ ടെൻഷനാണോ? എന്ത് ടെൻഷനാണ്? ഞാൻ വിചാരിച്ചത്ര പാടാൻ പറ്റിയില്ല. പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോ ഒരു മാർക്ക് കേട്ടെ വേണ്ട, പരിക്കേൽപ്പിച്ചില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അതിനടുത്ത് നന്നായി പാടി അല്ലേ? അപ്പൊ നമ്മുടെ ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? അച്ഛൻ, അമ്മ, മോള്, വാവ. ആ, ഇഷ്ടപ്പെട്ടോ? മോള് കലക്കി. ശരി, അപ്പൊ ശിശിര, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനിയുള്ളത് പെർഫോമൻസ് റൗണ്ട് ആണ്. കലക്കണം. ഓക്കെ, താങ്ക് क्या सच है और क्या है माया, कोई यहाँ समझ नहीं पाया। दुनिया चलते हैं बस फरेबी से, अपना नहीं रहा है अपना साया। यहाँ मामूली नहीं कोई भी, इस धंधे में बल्कि भी है सही। दुनिया आता है क्या जो कहते हैं कहे, इस चस्के के भी दवाई है नहीं। जी भर के अब जीने फिर दीवारें घिरा दे रे, रोके ना कोई हम तो यहाँ। सारी झंझट भुला दे रे, कोई से पिला दे रे, यूं ही धूमे ही जहा। ओ यारा रफ्तारा नाच नाच डंकारा बाजे बाजे टुमटना के हाँ, दीवाने सारे रफ्तारा नाच नाच डंकारा बाजे बाजे आगे 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 हाँ। रफ्तारा नाच नाच डंकारा बाजे बाजे टुमटना के हाँ, दीवाने सारे रफ्तारा नाच नाच डंकारा बाजे बाजे आगे 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 हाँ। यहाँ मामूली नहीं कोई भी, इस धंधे में भलके भी है सही।
जाने कहाँ तू जाएगा हे जाने जहाँ भी मैं तो जीवन में सारे धोखा ही धोखा पाएगा ए धीरे धीरे ढोल पिटारे दुनिया कारे बाढ़ बजावे तेरे ताल पे हारे हारे ना आहा सीधा साधा कौन मिटा है दुनिया सबके गेल रहा है कोई भी हारे ना रफ्तार नाचे नाचे डंकारा बाजे बाजे आखे आखे आगे आगे हाँ ओ यारा रफ्तार नाचे नाचे डंकारा आखे आखे आगे आगे हाँ ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്താലോ? ഉടൻ. ലെറ്റ്സ് വെൽക്കം പ്രവീണ. മാനത്തെ വെള്ളിത്തീരിൽ പൂരം കാണാൻ പോകും പുതുരാ പെണ്ണേ നിന്മാരന്റെ പേർ ചൊല്ലുമോ അന്തിവിൽ കുങ്കുമം കവിളിൽ അണിയുവോളെ വരുമോ നിന്മാരൻ നിറമാല്യം കാണാൻ വരുമോ നിന്മാരൻ മാനത്തെ വെള്ളിത്തീരിൽ പൂരം കാണാൻ പോകും പുതുരാ പെണ്ണേ നിന്മാരന്റെ പേർ ചൊല്ലുമോ മാറിൽ നീ ചൂടുമീ മാരമാൽ ചേലുകൾ നിന്റെ കോനിലാച്ചിലയാൽ മൂടുമോ നീ മാറിൽ നീ ചൂടുമീ മാരമാൽ ചേലുകൾ നിന്റെ കോനിലാച്ചിലയാൽ മൂടുമോ നീ ഇണകൾ മതിവരാതെ പോകുമീ കനവു കതിരിടും വഴികളിൽ ഇമകൾ ഇടവിടാതെ ചിന്നി നീ മിഴികൾ മൊഴിവതോ കളവുകൾ നേരെല്ലാം ചൊല്ലിത്തായോ താരകളെ ആരെല്ലാം നിനക്കുണ്ട് പൂമകളെ നീലക്കാർ മേഘത്താൽ നീ മറച്ചോ നിൻ മുഖം ദൂദൂ ദൂദൂ മാനത്തെ വെള്ളിത്തീരിൽ പൂരം കാണാൻ പോകും പുതുരാ പെണ്ണേ നിന്മാരന്റെ പേർ ചൊല്ലുമോ
ലാസ്റ്റത്തെ കയറി ആർക്കാ? പ്രവീണിക്ക്. ആ, നന്നായി പാടാൻ പറ്റിയോ? ഒരുവിധം. ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്നാലും ആദ്യത്തെ റൗണ്ടിനേക്കാൾ ബെറ്റർ ആയി അല്ലേ? ടെൻഷൻ ഒന്നുമില്ല, ഫ്രീ ആയി പാടി. ശരി മഞ്ജരി, എങ്ങനെയുണ്ടായിരുന്നു പ്രവീണയുടെ പെർഫോമൻസ്? പ്രവീണയുടെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടത് മാരനോട് തന്നെയാ. അതെ, മാരൻ അവിടെ ഇരുന്ന് എന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഭയങ്കര എൻജോയ്മെന്റ്. മാരൻ എന്തെങ്കിലും പറയുമോ ആദ്യം? എനിക്ക് നോർമൽ ലിസണർ എന്നുള്ള രീതിയിൽ ഇഷ്ടമായി. നിങ്ങളൊക്കെ പറയുന്നതിനനുസരിച്ച് അതൊക്കെ വിടട്ടെ, ഭർത്താവിന് എങ്ങനെ തോന്നി? മനസ്സ് തുറന്ന് സംസാരിച്ചോളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ, ഇത് മറ്റേ ഡെയ്ന കല്യാണാലോചനയ്ക്ക് പോവില്ലേ, അപ്പൊ ചോദിക്കില്ലേ എനിക്കിഷ്ടായി അതുപോലെ. ഞാനിങ്ങനെ പെർഫോം ചെയ്യാത്ത വീട്ടിൽ നിന്ന് പാടുന്ന മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പുള്ളിക്ക് തന്നെ വണ്ടടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പെർഫോമൻസ് ഒന്നും ലൈവായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല? ഇല്ല പെർഫോമൻസ് ഒന്നുമില്ല, പാടുന്ന കേൾക്കുന്നുണ്ടെന്നല്ലാതെ. ഓന്റെ മുന്നിലാണ് ഇമാതിരി കാണിക്കാറില്ല. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഞെട്ടി അല്ലേ? ഓക്കെ, ശരി. അപ്പൊ മഞ്ജരി, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് പാടിയത് പ്രവീണ. കാരണം ആദ്യത്തെ റൗണ്ട്സിലൊക്കെ കുറച്ചൊരു ടെൻഷനും ഒരു കോൺഫിഡൻസ് കുറവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നികത്തി. അതിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് പാടിയത് ലാസ്റ്റ് പല്ലവിയാ. അപ്പോഴത്തേക്ക് ആളങ്ങ് സടക്കുടങ്ങി എണീറ്റ് ഇനി എനിക്കൊന്നും പേടിക്കാനില്ല, ലാസ്റ്റ് പല്ലവി ഞാൻ കഴിയാറായല്ലോ. അതെ, ഇരുളാം മാടിച്ചൂടി നീ ഒരുങ്ങി മാനത്തെ മാരന്റെ നാടു കാണാൻ വാഴു നീ. എനിക്കൊന്ന് അനുപല്ലവി കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ ഇല്ലേ, അതൊന്ന് ചെറുതായിട്ട് സ്ലിപ്പായി. അല്ലാതെ എനിക്ക് തോന്നുന്നു നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇടയിൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇട്ട് കൂളാവാനൊക്കെ നോക്കിയിട്ടുണ്ട്. മാക്സിമം കൂളാവാൻ നോക്കിയിട്ടുണ്ട്. ബ്രീത്ത് എടുത്ത് നന്നായി, അത് നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ഇനി മുന്നോട്ട് പോകട്ടെ. ഇനി അടുത്ത റൗണ്ടിലൊക്കെ ഗംഭീരാക്കണം. ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പൊ കൂടിയിരിക്കുന്നു. അപ്പൊ ഗംഭീരാക്ക. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അതെ, വേണുചേട്ടാ. പ്രവീണ സാർ 10 വർഷം കഴിഞ്ഞ് രംഗത്ത് വന്നു. യു മേഡ് എ മാർക്ക്. ഇപ്പോ കേട്ടാ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഒരു ചെറിയൊരു ഉടുപ്പ് ഇപ്പോഴും ഉണ്ട്. അതൊന്ന് വിടണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്തു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു ഒരു ചെറിയൊരു സംശയം മാത്രം. ഈ ലിറിക്സിലെ ഈ അനുപല്ലവി ചരണം ഉദയരഥമണിഞ്ഞിതാ വരൻ, ഇരവ് പുണരുവാൻ വരികയായി, അത് ഇട്ടു അവിടെ. അത് കുഴപ്പമില്ല, തൽക്കാലം ഞാൻ മറന്നു. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തു കേട്ടോ. ഇത്രയൊക്കെ ആൾക്കാരും ഡാൻസും എനർജിയും ഒക്കെ അവരുള്ളപ്പോ ഭയങ്കര സപ്പോർട്ട്. പക്ഷെ രചന മറക്കരുത്. മറക്കില്ല, ഇനി മറക്കില്ല. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പ്രവീണ, നല്ല അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെർഫോമൻസ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് മെലഡിയാണ്. അപ്പൊ ഒരു തകർപ്പൻ മെലഡി ആയിട്ട് വരിക, ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഡെയിനിപ്പോ കുറെ നേരം കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് വിട്ടില്ലേ? സങ്കല്പിക്ക്, ഉദാഹരണം അല്ലടാ പൊന്നെ. അതായത് ഒരു കല്യാണം കഴിച്ചു, ഇതുപോലെ ഫ്ലവേഴ്സ് ഒരു പ്രോഗ്രാം ഉണ്ട് ചെയ്യുന്നു, മ്യൂസിക്കൽ വൈഫ്. അപ്പൊ ഡെയിനിന്റെ ഭാര്യക്ക് ഇതില് പങ്കെടുക്കണം, ഓഡിഷനൊക്കെ പോണം, പിന്നെ ഇങ്ങനെ ഇതില് പങ്കെടുക്കാൻ വിടണം എന്നൊക്കെ പറയുമ്പോ ഡെയിൻ എന്ത് ചെയ്യും? എന്റെ ഭാര്യ അല്ലേ? പിന്നെ ആരുടെ? ഞാൻ ആദ്യം പോകണ്ടെന്ന് പറയും. അതെന്താ? വെറുതെ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പറയാലോ. ജീവിതത്തിൽ എന്തായാലും അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, അപ്പൊ അങ്ങനെയായി ഭാര്യക്ക് ഇവിടെ സെലക്ഷൻ കിട്ടിയെന്ന് വെച്ചോ, അപ്പൊ പാടാൻ വന്നു. അപ്പൊ ഈ ഭർത്താക്കന്മാരൊക്കെ അവരുടെ ഭാര്യക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ മാറ്റിവെച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെയൊക്കെ കൂടെ വന്ന് ഇങ്ങനെ ഇരിക്കുക, ഫാമിലി വരെ. ഡെയിൻ ഇതുപോലെ വന്നിരിക്കൂ? പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പണിക്കേ പോകുന്നില്ല, ഭാര്യ പണിക്കോട്ടെ അല്ലേ? അതല്ലേ നല്ലത്? ഇത്ര ഡെഡിക്കേറ്റ് ആയ ഒരു ഹസ്ബൻഡിനെ എവിടെ നിന്ന് കിട്ടും? അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ വേറെ ചോദ്യം, എന്താ അങ്ങനെ ഒരു പാട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇത് ഫിനാലെയാന്ന് ചോദിച്ചു. ഭാര്യ എല്ലാത്തിലും കോമ്പറ്റീഷൻ എല്ലാം ഇങ്ങനെ പാസ്സായി ഫിനാലെ എത്തി. അപ്പൊ ഫിനാലയില് ഭാര്യക്ക് ജയിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇങ്ങനെ സ്ട്രാറ്റജി വെച്ച് പറഞ്ഞു കൊടുക്കുക, ഈ പാട്ട് പാടണം, ആ പാട്ട് പാടണം. അപ്പൊ ഡെയിനിന്റെ ഭാര്യ ഏത് പാട്ട് പാടിയാലും ജയിക്കും എന്നൊരു കാഴ്ചപ്പാട് ഡെയിനുണ്ടാവും. അത് ഏത് പാട്ടായിരിക്കും? പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പാട്ട് ആ ഭാര്യ പാടണ്ടേ? പാടണമല്ലോ, സ്വന്തം ഭാര്യയല്ലേ. ഓക്കെ, അപ്പൊ ഒരു പാട്ട് ഞാൻ പറഞ്ഞു കൊടുക്കണം, സജസ്റ്റ് ചെയ്യണം അല്ലേ? ഞാൻ ഇപ്പൊ മഞ്ജരി പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ വരുന്ന പല മത്സരാർത്ഥികൾക്കും ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോ
ഒരു പാട്ട് മഞ്ജരി പാടി പഠിക്കാൻ പറയാറുണ്ട്, കാക്കേ കാക്കേ കൂടെ ഇവിടെ. അതെന്നെ പാടട്ടെ, ഫൈനൽ ടഫ് അല്ലേ? അത് കോമ്പറ്റീഷന് പാടാൻ പറഞ്ഞതല്ലേ. ആരെയും കൊണ്ട് പോവാം. എന്നാ കുറച്ചുകൂടി ടഫ് കൊടുക്കാം. ആര് പറഞ്ഞു മ്യാവു ഞാൻ നിങ്ങളുടെ കാർത്തു, അങ്ങനെ ഒരു പാട്ടുണ്ട്, അത് കൊടുത്താൽ. ഇതൊക്കെ പാടിയാൽ എങ്ങനെയാടേ? ഇതൊക്കെയാണ് ഞാൻ കേൾക്കുന്ന പാട്ടുകൾ, ഇതല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. വേണ്ട, ആ കുട്ടി വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോട്ടെ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടരാം. എന്താ പറയുന്നു? ഓക്കെ, വിളിക്കും. ഇനി അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ഷാലിമ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ആ ആഷാഢമാസനിഷേധിനി തൻ വനസീമയിലൂടെ നീ ആരും കാണാതെ ആരും കേൾക്കാതെ ഇന്നിലേക്കിന്നു വരുന്നു, നിൻ മൺകുടിൽ തേടി വരുന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ലാസ്യനിലാവിന്റെ ലാളനമേ കാടും കാണാതെ കാടും ഉണരാതെ ഇന്നിലേക്കിന്നു വരുന്നു എൻ പ്രേമ നൈവേദ്യമണിഞ്ഞും. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു
പൂക്കുന്ന വീതിയിൽ ആ കൈയൊന്ന് കാണിക്കൂ. എന്റെ കൈ എല്ലാവരും ഒന്ന് കണ്ടോ? ഒന്നുമില്ല. ഞാൻ നല്ല കുട്ടിയാവാൻ. നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. അതെ അതെ. ആ കൈ കാണിച്ച്. ഇതാ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഓക്കെ, നല്ല കുട്ടിയായി ശാലിമ. ക്ലീൻ. അതെ, ക്ലീൻ. ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണോ സെലക്ട് ചെയ്തത്? ആ, ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നന്നായി പാടാൻ പറ്റിയതാണ് വിശ്വാസം. നമുക്ക് ചോദിക്കാം. ഹസ്ബൻഡ് വിളിച്ചായിരുന്നോ? ആ, വിളിച്ചിരുന്നു. ഇപ്പൊ എവിടെയാ? അഹമ്മദാബാദില ഡ്യൂട്ടിയില്ല. ഡ്യൂട്ടിയിലാ? ശരി, ഓക്കെ. അപ്പൊ ക്വാർട്ടർ ഫൈനൽ എത്തിയ വിവരം അറിയിച്ചില്ലേ? ആ, പറഞ്ഞു. ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയിലാണ്. ശരി, ഓക്കെ. വേണു ചേട്ടാ, യെസ്. ശാലിമയുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ശാലിമ സൂപ്പർ, താങ്ക് യു സർ. നന്നായി പാടി. താങ്ക് യു സർ. നല്ല റേഞ്ചുള്ള, നല്ല ഒരുപാട് ഫീൽ, ഡൈനാമിക്സ് ഉള്ള ഒരു പാട്ട്. ശാലിമ അത് നന്നായിട്ട് അതെടുത്തു, അടിച്ചു, പാടി. ചെറിയ ചില സംഗതികളുടെ ഒരു ക്ലാരിറ്റി കുറവ് അതുണ്ട്. അത് ലെറ്റ്സ് ഫോർഗെറ്റ്. രചനയ്ക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. മഞ്ജരി. ശാലിമ ആ ചേച്ചി, മിടുക്കി. താങ്ക് യു. ലിറിക്സ് ഒക്കെ നോക്കാതെ അതെ, എഴുതി വെക്കാതെ എല്ലാം പഠിച്ച് കഷ്ടപ്പെട്ട് പാടിയിട്ടുണ്ട്. ഇത് ശാലിമയുടെ ഇതിന് മുന്നേ ഉള്ള പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ശാലിമയുടെ ഫുൾ കഴിവ് കൊണ്ടുവരാൻ പറ്റിയ ഒരു പാട്ടായിരുന്നില്ല ഇത്. ശാലിമയുടെ യൂഷ്വലി ഉള്ള ഒരു ത്രോ ഉണ്ട്, ഒരു വോയിസിന്റെ ഇന്ന് കുറച്ച് സ്ട്രെയിൻ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൽ കുറച്ചുകൂടി ഈ ലോവർ രജിസ്റ്റേഴ്സ് പാടുമ്പോൾ അതൊന്ന് കുറച്ചുകൂടെ ബോൾഡാവാം. താഴെ വരുമ്പോഴത്തേക്ക് കാറ്റ് കുറച്ച് കൂടുതലാണ് പാട്ടിൽ. അപ്പം അതൊന്നും ഒഴിവാക്കി ആ കാറ്റ് കയറുമ്പോഴത്തേക്ക് വോയിസിൻ്റെ പ്രസൻസ് പോകും. അപ്പോൾ നമുക്ക് ശാലിമയുടെ വോയിസ് കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വോയിസ് എല്ലാ ഒക്ടേവിലും ഒരുപോലെ വെക്കാൻ ശ്രമിക്കുക. ആലാപനം പാടുന്നില്ലേ, ലാസ്റ്റിൽ അത് ഫിനിഷ് ചെയ്ത് എങ്ങനെയായിരുന്നു? നീതു ചൂടാതെ പോകയോ നീലക്കുരങ്ങൾ പൂക്കുന്ന വീതിയിൽ ഈ ബേസ് താഴെ പാടുമ്പോൾ കുറച്ച് കുറച്ചുകൂടെ നമുക്ക് വോയിസ് കേൾക്കണം. അപ്പം പെട്ടെന്ന് വോയിസ് ഡ്രോപ്പ് ആയ പോലെ തോന്നും. അപ്പം അത് വരാതെ നോക്കുക. പിന്നെ ഈ പാടുമ്പോൾ നാക്കാതെ കൃത്യം അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കുക. ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അതർവൈസ് യു ആർ എ ഫാന്റാസ്റ്റിക് സിംഗർ. ഇനിയും നന്നാവട്ടെ, സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ പാടാൻ പറ്റട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശാലിമ, നമ്മുടെ ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെലഡി റൗണ്ട് കഴിഞ്ഞു, ഇനി പെർഫോമൻസ് റൗണ്ട് ഉണ്ട്. തകർക്കണം, തകർത്തിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വേണുചേട്ടാ, മഞ്ജരി, നമ്മുടെ ക്വാർട്ടർ ഫൈനൽ ഇന്ന് നമ്മൾ ആരംഭിച്ചു. നമ്മുടെ 9 മത്സരാർത്ഥികൾ പാടിക്കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ പെർഫോമൻസ് ആയിട്ട് ഒരു മത്സരാർത്ഥി വരികയാണ്. ആരാണ് മത്സരാർത്ഥി? ഇനിയിപ്പോ ബാക്കിയുള്ളത് ആരാ? അശ്വിനി ആണോ? ലെറ്റ്സ് വെൽക്കം അശ്വിനി. ഞാൻ ഇവിടെ വരാം വേണുചേട്ടാ. എന്താ പറഞ്ഞോളൂ. ഈ ഒരു റൗണ്ടിൽ 10 പാട്ട് കഴിയുമ്പോൾ ഞങ്ങള് കുറച്ച് പേർക്കും ടൈറ്റ് ആവും. എനിക്ക് സോഫ ഒന്നും വേണ്ട, ഈ മരപ്പെട്ടി മതി. ഞങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കണേ. ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമാണല്ലേ വേണുചേട്ടാ, ഇങ്ങനെ പാട്ടൊക്കെ കിട്ടി. ഇതിൽ നോക്കുമ്പോ എന്നെ അവിടുന്ന് ശരി, എനിക്കൊരു വലിയൊരു ആഗ്രഹം, ഈ പാട്ട് എനിക്ക് നിങ്ങളുടെ നടുവിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. പിന്നെന്താ, ഓക്കെ, ഇരുന്ന് കേൾക്കാം. പക്ഷെ ആ കുട്ടീനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്തു. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ നിങ്ങൾ മാർക്ക് ഇടുന്നൊക്കെ നോക്കി പഠിക്കാൻ. ഇനിയിപ്പോ ഭാവിയിൽ ഞാൻ ഏതെങ്കിലും ജഡ്ജൊക്കെ ആയിട്ട് വന്നാലേ വേണുചേട്ടാ, ഏത് പാട്ടിന്റെ ജഡ്ജാണോ? പാട്ട് തന്നെ വേണമെന്നില്ല, ഇന്ന ഷോ ഒന്നൊന്നുമില്ല, ഏത് ഷോയിലും ജഡ്ജ് ചെയ്യും. ജഡ്ജ് ചെയ്യാൻ അതൊക്കെ നല്ലതാണ്. വെറുതെ ഇങ്ങനെ ഇരുന്നാ മതിയില്ല. അതെ, വെറുതെ ഇരിക്കാനുള്ളൂ. അല്ല, ഇങ്ങനെ നടുക്ക് വെറുതെ ഇരുന്നാ മതി. ഇപ്പൊ തൽക്കാലം വെറുതെ ഇരിക്കുന്നു. അതെ. അശ്വിനി, ഉഷാറാണോ? റെഡിയാണോ? ഓക്കെ, പ്രാക്ടീസ് ചെയ്തോളൂ. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. ഇല്ല, അത്ര സ്ട്രിക്റ്റ് അല്ല. ഞാൻ ഇവിടെ ഓടിക്കും. വേറെ മിണ്ടാതിരുന്നോളൂ. ഓക്കെ.
ഗംഭീരായിട്ട് പാട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. മഞ്ജരി കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അശ്വിനി എന്ത് സുന്ദരിയായിരിക്കുന്നു കാണാൻ. അതെ, താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കളർ സാരി. ആരുടെയാണ് സെലക്ഷൻ? ഞാൻ തന്നെ ഡിസൈൻ ചെയ്തത്. ആഹാ, ഡിസൈനർ ആണോ? ഇവിടെ ഇട്ട എല്ലാ ഡ്രസ്സും ഞാൻ ഡിസൈൻ ചെയ്ത്. അതൊരു തൊഴിലായി സ്വീകരിക്കുന്നുണ്ടോ അതോ? ഇല്ല, എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാനിങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ദൈവമേ, ഇത് നമ്മൾ അറിഞ്ഞില്ല. ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചത്? ഇപ്പൊ ഞാൻ ചോദിച്ചില്ലായിരുന്നെങ്കിലോ? അറിയില്ലായിരുന്നു. ആഹാ, എനിക്ക് സംഗീതം അറിയാവുന്ന പുറം ലോകം അറിയാത്ത പോലെ ഇതും ആരും അറിയാതെ പോയേനെ അല്ലേ? അതുപോലെയല്ല. അതേപോലെയല്ല അല്ലേ? അറിയാം. ഏതായാലും ഡിസൈനും കലക്കി പാട്ട് കലക്കിയോന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം. ഓക്കെ മഞ്ജരി, പാട്ട് കലക്കിയില്ലേ? പാട്ട് കലക്കി. പിന്നെ താങ്ക് യു മാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാടിയത്. എനിക്കൊന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് പാടി തുടങ്ങിയത് അല്ലേ? ഒരുപാട് ഗ്യാപ്പിന് ശേഷം. അതെ അതെ. പിന്നീട് പാട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തില് എവിടെ അമ്പലത്തിൽ പോയി. അതെ അങ്ങനെയല്ലേ? എന്തായിരുന്നു കഥ? എന്തായിരുന്നു അത്? കഴിഞ്ഞ വർഷം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടില് ചെറുകുന്ന്, എൻ്റെ നാട് ചെറുകുന്നാണ്, കണ്ണൂർ. എന്റെ നാടും ചെറുകുന്നാണ്. അറിയില്ലായിരുന്നു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രമില്ലേ, അവിടെ ഉത്സവത്തിന് ഞാനിങ്ങനെ ഗാനമേള കാണാൻ പോയതായിരുന്നു. അപ്പൊ അവിടെ ഒരു കുട്ടി നിന്ന് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പാടുന്നുണ്ട്. പാട്ട് കഴിഞ്ഞ് എല്ലാവരും കൂടെ കൈയടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം, എനിക്കും ആ സ്റ്റേജിൽ ഒന്ന് കേറിയിട്ട് പാടണം. ആഗ്രഹം. പക്ഷെ അത് നടക്കുമോ അന്നൊന്നും അത്ര ചിന്തിച്ചതേ ഇല്ല. പക്ഷെ ഈ വർഷം അതേ ഡേറ്റില് എനിക്ക് അതേ അമ്പലത്തില് അതേ സ്റ്റേജില് ആ കുട്ടി പാടിയ അതേ പാട്ട് പാടാൻ പറ്റി. ദൈവമേ, ശരിക്കും ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്കിങ്ങനെ പാടാൻ പറ്റണമെന്നുള്ളത്. പക്ഷെ ഞാൻ ചിന്തിച്ചില്ല ഇത്ര പെട്ടെന്ന് അമ്മ അത് സാധിച്ചു തരും എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? പാടി കിട്ടിയ സന്തോഷത്തില് അവിടെ ഞാൻ ഒരു ചാക്ക് അരി കൊടുത്തു. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. വർഷത്തില് 365 ദിവസവും അവിടെ അന്നദാനം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ വകയായിട്ട് അവിടെ ഒരു ചാക്കരി അമ്മേന്റെ നടയിൽ അർപ്പിച്ചു. അമ്മയുടെ അനുഗ്രഹം ഉണ്ട് കൂടെ. അതെ, അതാണ് ഇവിടം വരെ എത്തിച്ചത്. ഈ സ്റ്റേജൊക്കെ ഞാൻ സ്വപ്നത്തെ പോലും കരുതാത്താണ്. ഉറപ്പായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനപ്പുറത്താണ് ഇതൊക്കെ. അത് ശരിക്കും നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഇതുപോലെ. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, ദൈവം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ അത് ദൈവം സാധിച്ചു തരുന്നു എന്നുള്ളത്. ജേർണലിസ്റ്റ് ആയിരുന്നു ആദ്യം, അതെ. ഇപ്പൊ പാട്ടുകാരിയായി. പാട്ട് പാടണമെന്ന് ഒരു വർഷം മുന്നേ ആഗ്രഹിച്ചു. ആ ആഗ്രഹം ദേവി സഫലീകരിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ എത്തിച്ചു. ഞാൻ അതിനു വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അതാണ് ഒരുപാട് ഇരുന്നിട്ട് പാട്ട് കേട്ട് ഉറക്കളച്ച് ഒരുപാടിരുന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കേറിയിട്ട് പാടി. അത് ഉഗ്രനായി പാടി, നന്നായിട്ട് പാടി എന്നാണ് എല്ലാരും പറഞ്ഞത്. അല്ല, ഇത് ഉഗ്രനായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. നല്ല പാട്ട് സെലക്ഷനും നമ്മുടെ സ്ട്രിങ്സ് ഗംഭീരായിരുന്നു. ഭയങ്കര ഫീല്. സ്ട്രിങ്സിന്റെ വായിച്ച സെഷനിൽ വായിച്ച എല്ലാവർക്കും എൻ്റെ ഒരു വലിയ കൈയടി. സ്വന്തം കൈയടിക്കുന്നു. ഗംഭീരായിരുന്നു. വല്ലാത്തൊരു ഫീലായിരുന്നു പാട്ട് കേൾക്കാൻ. അപ്പം എന്താ പറയുക, ഇത്തരത്തിലുള്ള പാട്ടുകൾ നമുക്കിങ്ങനെ വേദിയിൽ ഓരോരുത്തർ പാടുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പാട്ട് പാടാൻ ആഗ്രഹമുള്ള ആൾക്കാർ, ഇതുപോലെ മ്യൂസിക്കൽ വൈബ്സ് ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനത്തെ പാട്ടുകൾ തന്നെ സെലക്ട് ചെയ്ത് പാടുമ്പോൾ, ഒരുപാട് പാടി ശീലമില്ല എങ്കിലും ഇങ്ങനത്തെ പാട്ടുകൾ ടഫാണ് ഇത് പാടാൻ, അതൊക്കെ സെലക്ട് ചെയ്ത് വന്ന് അതിന്റെ ഭാവമൊക്കെ ഉൾക്കൊണ്ട് പാടി. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്സ്. എനിക്ക് കൂടുതലൊന്നും ഇതിൽ ആഡ് ചെയ്യാനില്ല. അശ്വിനി വാസ് റിയലി സൂപ്പർ കേട്ടോ. ഇത് എനിക്ക് പറ്റിയാൽ ഇതിൻ്റെ ടെലികാസ്റ്റ് വരുന്ന ദിവസം ശ്യാം സാറിനെ വിളിച്ച് പറയണത്തിട്ട് ഒരു കുട്ടി ശ്യാം സാറിൻ്റെ ഡെയ്സിയിലെ പാട്ടാണിത്, മനോഹരമായിട്ട് പാടി പ്ലീസ് ലിസൺ എന്ന് സാറിനോട് പറയാം കേട്ടോ. അടിപൊളി. ഡെയിനിന് ഇതുപോലെ നല്ല ഡ്രസ്സൊക്കെ തയ്ക്കണമെങ്കിൽ അശ്വിനി ഉണ്ട്. അതെ, ഇങ്ങനത്തെ ഡ്രസ്സല്ല അശ്വിനി എല്ലാം ചെയ്യില്ലേ? എല്ലാം ചെയ്യും. ആൺകുട്ടികൾക്കുള്ളതൊക്കെ ചെയ്യില്ലേ ഡ്രസ്സ്? പിന്നെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഞാൻ എല്ലാ ഡ്രസ്സും ഇടും. അടുത്ത എപ്പിസോഡിൽ എന്നാല് നമ്മുടെ അശ്വിനിയുടെ
അശ്വിനിയുടെ മാതിരി സാരി നല്ല എടുക്കണോ? സാരിയൊക്കെ എടുത്ത് അശ്വിനിയുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് ഇപ്പൊ സാരികളാ. ആണോ? അതെ. എന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ കാര്യമായിട്ട് എനിക്ക് ഈ കല്യാണാലോചന നടക്കാണല്ലോ. ആ. ഭാവി എന്റെ വധുവിന് വേണ്ടിട്ട് ഒരു സാരി ഡിസൈൻ ചെയ്ത് തരട്ടെ അശ്വിനി. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, കല്യാണത്തിന് വിളിക്കാം കേട്ടോ. പെണ്ണിനെ കിട്ടിയോ? കിട്ടിയിട്ടില്ല, കിട്ടുമ്പോ കിട്ടുമ്പോ പറയാം. ഇപ്പൊ ആളെ ഫിക്സ് ചെയ്തു, ഡിസൈനറിനെ ഡിസൈനറെ ഫിക്സ് ചെയ്തു. എന്നാലും അതിനൊരു തീരുമാനമായല്ലോ. അതെ. ഓ, ഇനി ഡ്രസ്സിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, പെണ്ണിനെയും കൂടെ കിട്ടിയത്. അതെ, അത് ചെറിയൊരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ ഇനി. ശരി, അപ്പൊ എന്തായാലും അശ്വിനി, രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെലഡി റൗണ്ട് കഴിഞ്ഞു, ഇനി പെർഫോമൻസ് റൗണ്ടാണ്. ഞങ്ങൾ കാത്തിരിക്കുന്നു. പൊളിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2. പ്രേക്ഷകർ പലരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികളുടെ പാട്ടുകളാണല്ലോ കേട്ടോണ്ടിരിക്കുന്നത്. 2 ജഡ്ജസ് അവിടെ ഉണ്ട്. അവരുടെ ഒരു പാട്ട് ഡൈനെ ഒന്ന് പഠിപ്പിച്ചോടെ, അവര് നമുക്ക് വേണ്ടി പാട്ട് പാടി തരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വൈ നോട്ട്, നമ്മുടെ മഞ്ചേരി വേണുചേട്ടനല്ലേ, ഞാൻ വരാം. വേണുചേട്ടൻ. ശരി, അപ്പൊ ഏത് പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരും? പുതിയൊരു പാട്ട് റിലീസ് ചെയ്ത് കളിക്കുന്ന കാതൽ. യെസ്, അതില് നമ്മള് ഫസ്റ്റ് എപ്പിസോഡ് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ആ വാക്ക് ഇപ്പൊ പാലിക്കാൻ പോവാണ്. യെസ്. എൻ കാവൽ നീയേ, എന്തോരം ദൂരെ എന്നാലും ചാരേ, എന്നാളും അൻപാലെ എന്നകമെരിവൂ പൊൻചിറകേ നിനക്കായി നീയേ, എൻ ശിഖരങ്ങൾ തോറും മുഴങ്ങുന്നു പക്ഷിവാനവും വെൺമേഘവും കടന്നു പോകുന്നീ അനന്തമാ വിഹായസിൽ പറന്നു പാറുന്നീ എന്നും എൻ കാവൽ നീ, എന്തോരം ദൂരെ എന്നാലും ചാരേ, എന്നാളും അൻപാലെ എന്നകമെരിവൂ പൊൻചിറകേ നിനക്കായി നീയേ, എൻ ശിഖരങ്ങൾ തോറും മുഴങ്ങുന്നു പക്ഷിവാനവും വെൺമേഘവും കടന്നു പോകുന്നീ അനന്തമാം വിഹായസിൽ പറന്നു പാറുന്നീ. പിന്നെ വിട്ട് പോന്ന കൊമ്പിൽ ഓർമ്മ പക്ഷികൾ ചേക്കേറി നിറയെ കുനുചുള്ളിക്കൂട്ടിൽ നിന്നുമായ കീനാവിൻ കുഞ്ഞുങ്ങൾ വിരിയേ, പിന്നെ വിട്ട് പോന്ന കൊമ്പിൽ ഓർമ്മ പക്ഷികൾ ചേക്കേറി നിറയെ കുനുചുള്ളിക്കൂട്ടിൽ നിന്നുമായ കീനാവിൻ കുഞ്ഞുങ്ങൾ വിരിയേ, ലോകമെമ്പാടും ഒന്നായി കിനാവിൽ വീട് എന്റെ നാട് എന്ന ഭേദം പോയി, സ്നേഹമെന്ന തീയാളും കിനാവിൽ കത്തിത്തീരാ താരകങ്ങളല്ലി നമ്മൾ, എൻ കഥകെ എൻ ജനലെ പൊൻകനവേ കൺതുറക്കൂ പകലായി, എന്നുയിരേ എന്നുടലേ എൻ മനമേ ചിറകാർന്നു ചിതം പോലെ ചരിക്കൂ.
എൻ കാവൽ നീ എന്തോരം ദൂരെ എന്നാലും ചാരേ എന്നാളും അൻപാലിയൻ നഗമെരിവു പൊൻചിറകേ നിനക്കായി നീയേ എൻ ശിഖരങ്ങൾ തോറും മുഴങ്ങുന്നു പക്ഷേ എൻ കാതലേ എന്നോമലേ പറന്നുയർന്നു പോ അനന്തമാ വിഹായസി ഉയർന്നുയർന്നു പോ. നമ്മുടെ ക്വാർട്ടർ ഫൈനൽ ഇന്ന് ആരംഭിച്ചു. തൽക്കാലത്തേക്ക് ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ പാഠപുസ്തകം അടയ്ക്കുകയാണ്. നാളെ നമ്മൾ ചാപ്റ്റർ 2 വീണ്ടും തുറക്കും. അതിന്റെ ക്വാർട്ടർ ഫൈനൽ ആവശ്യമുണ്ട്. തന്നെ തുടരും. കാരണം ഇന്നത്തെ ഇത്രയും പാട്ട് കേട്ടിട്ട് നമ്മൾ ക്ഷീണിച്ചു. അതെ, നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയി. ആ എലിമിനേഷൻ കഴിഞ്ഞതോടുകൂടി എല്ലാവരും എന്തോ ഒരു പവർ കിട്ടിയതുപോലെയാണ് അല്ലേ? അപ്പൊ എന്തായാലും നാളെ ഇവരുടെ ഓരോ പെർഫോമൻസുകൾ വീതം നമ്മുടെ ഈ ക്വാർട്ടർ ഫൈനലുണ്ട്. വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം എലിമിനേഷൻ ഉണ്ട്. എന്താ ചിരിക്കല്ല, എലിമിനേഷൻ ഉണ്ട്. നല്ല കാര്യമല്ലേ? ഒരു എലിമിനേഷൻ കഴിഞ്ഞതിന്റെ മാറ്റം കണ്ടോ ഈ റൗണ്ടിൽ? അതേപോലെ ഒരു എലിമിനേഷനോടും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ മാറ്റമായിരിക്കും സെമി ഫൈനലിൽ. അത് ശരിയാ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 പവേർഡ് ബൈ ഈസ്റ്റേൺ. ഗുഡ് നൈറ്റ്.